എന്റെ ഈശോയെ, ത്രേസ്യാമ്മയോ അതോ ടെസിയോ? അപ്പൊ ഞാൻ കേട്ടത് നേര് തന്നെയാ. പേര് മാത്രമല്ല, നീ ആളുമങ്ങ് മാറിപ്പോയല്ലോടിയേ. എന്റെ മേരി ചെയ്യേ, വെറുതെ കളിയാക്കല്ലേ. ഡേവിസിന്റെ സന്തോഷത്തിന് ഒന്ന് ബ്യൂട്ടി പാർലർ വരെ പോയെന്ന് വെച്ച് ഞാൻ ആളൊന്നും മാറിയിട്ടില്ലാന്നേ. അത് പിന്നെ എനിക്കറിയത്തില്ലോടിയേ. ഇനിയിപ്പോ നീ ഏത് ബ്യൂട്ടി പാർലറിൽ പോയാലും എന്ത് പരിഷ്കരിച്ച പേരിട്ടാലും നിന്റെ സ്വഭാവത്തിന് വലിയ മാറ്റമൊന്നും വരത്തില്ലല്ലോ. പിന്നെ പിന്നെ എന്നെ കളിയാക്കിയതല്ലേ. ഞങ്ങളുടെ ദേവിമോൻ പറയുന്നത് നാടോടുമ്പോ നടുവേ ഓടണമെന്നാ. ഓ, അതൊന്നും കുഴപ്പമില്ലായിരുന്നേ. കൊച്ചുമോന്റെ കല്യാണത്തിന് കുറച്ച് സ്റ്റൈലൊക്കെ വേണ്ടേ? അത് പിന്നെ വീട്ടിൽ നിന്നൊക്കെ എവിടെ പോയി? ആരെയും കാണുന്നില്ലല്ലോ. മോഹിപ്പിക്കും പെണ്ണാണ് മണിവാനത്താരം പെണ്ണിൻ മെയ്യുമിന്നാണ് താരം നിന്നെ കണ്ടാലും വച്ചേരെ അതിലൂടെ കണ്ണഞ്ചിക്കാൻ തോറും മച്ചാണ് എന്നാ രസമല്ലേ? പാട്ടും മേളവും ഒക്കെ ആയിട്ട് പിള്ളേരൊക്കെ തകർത്തു. എന്തായാലും ആ പെൺകൊച്ചു ഭാഗ്യവതിയാ. അതെ അതെ, അവന്റെ നല്ല മനസ്സിലല്ലേ ആ കൊച്ചിനെ വീട്ടുകാരെയും അവനെ ഇങ്ങോട്ട് വിളിച്ചത്. എന്തായാലും അവർക്ക് നമ്മുടെ വീടും വീട്ടുകാരെയും കല്യാണത്തിന് മുമ്പ് അടുത്ത് കാണാമല്ലോ. അതൊക്കെ ഒരു ഭാഗ്യമല്ലേ? ഉള്ളതാടി, പുറം നാട്ടിലൊക്കെ ഇരുട്ടുകുതിരന്റെ കാലമല്ലേ. അപ്പൊ നമ്മുടെ പെൺപിള്ളേർക്കും ഇത്രയെങ്കിലും യോഗം വേണ്ടേ? അല്ലെങ്കിലും അതവരുടെ ഒരു അവകാശമല്ലേ? എല്ലാരും ഉണ്ടല്ലോ. നിങ്ങൾ എല്ലാവരും കൂടെ സ്വാഗതി നിൽക്കണോ? നമുക്ക് ഓ, കളർ
ഇപ്പോഴത്തെ കല്യാണങ്ങളൊക്കെ സ്കൂളിലെ യൂത്ത് ഫെസ്റ്റിവൽ പോലെയല്ലയോ? മഞ്ഞ കല്യാണം, പച്ച കല്യാണം, എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത്. കൊള്ളാം. ചിലയിടത്തൊക്കെ ഇവന്റ് മാനേജ്മെന്റുകാരാ കെട്ടുതാലി വരെ തെരഞ്ഞെടുക്കുന്നതെന്ന് കേട്ടു. കാലം പോയ പോക്കേ. കല്യാണത്തലേന്നും സദ്യ ഒരിക്കലും ഒക്കെ നമ്മുടെ കാലത്തെയല്ലേ ഒന്നും കൂടി അടിപൊളി. ഇപ്പൊ പിന്നെ എല്ലാവർക്കും തിരക്കല്ലേ തിരക്ക്. ഇനി എന്നാ പറയാനാ? ശരിയായി ചെയ്യേ, ഇനി എന്നാ പറയാനാ? ആദ്യം നീ പോയൊന്ന് പെണ്ണ് കണ്ട അങ്ങനെ കെട്ടി കളയാതെ തീരുമാട്ട് പാടി ബാക്കിയുള്ളവരുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണ മത്തായി. ഓ അവിടെ ബാക്കി താനും കൂടെ ചെന്ന് ചൊല്ലി പാടി താങ്ങടോ ബാപ്പിളെ. വാട്ടം വരാതെ കണ്ട് തോട്ടം നനച്ചു ഞങ്ങൾ വന്നിട്ട് കേറാക്കാൻ തീരുമാനിച്ചു. മകളെ അതെ, നീ എങ്ങോട്ട് പോയി? ഒരു മൂടലത്ത് വിളിച്ചാൽ അവൾ കാണത്തില്ല. മകളെ മകളെ അച്ഛൻ നല്ല മൂടന മകളെ, നീ ഇങ്ങോട്ട് വന്നേ. ഓ, തുടങ്ങി അവന്റെ മലകയറ്റം. ഇതിപ്പോ ഒരു നടക്ക് പോകുന്ന ലക്ഷണമൊന്നുമില്ല. മിക്കവാറും ഞാൻ എന്റെ പാട്ട് വെട്ടിക്കൂട്ടിക്കേണ്ടി വരും. ഇവിടെ പിള്ളേർ സെറ്റൊന്നുമില്ലേ നല്ലൊരു തകർപ്പൻ ഡാൻസ് കളിക്കാൻ? ആ പിള്ളേരെ മടിച്ചു നിൽക്കാതെ നിങ്ങൾ ഇങ്ങ് കേറി വാ.
പറ്റുന്ന തകർത്തു മക്കളെ. തെളിയാതെ നിങ്ങളൊന്നും മറന്നു വെച്ചെന്നാണോ പറയുന്നത്? കാര്യം ശരിക്കും അങ്ങോട്ട് പിടിയിട്ടില്ല. എന്തായാലും നിങ്ങളെന്താ വക്കിച്ചതിന്റെയും ചേച്ചിയുടെയും ബജറ്റ് ഒന്ന് കണ്ടു നോക്കിയിട്ട് കിനാവും സ്വപ്നവും ഒക്കെ കൊള്ളാം. എന്തൊരു മനോഹരമായ നടക്കാത്ത സ്വപ്നം. ഇനി എന്റെ പിള്ളേരുടെ പരിപാടി കേട്ടോ. ആടിച്ചിരിക്കാതെ വേണം മക്കളെ.
മൊത്തത്തിൽ കളറായിട്ടുണ്ട്. ഫുഡ്, ഡാൻസ്, DJ എല്ലാം സെറ്റാണ്. ഇനി ഒറ്റ ഒരു കുറവേ ഉള്ളൂ. നമ്മുടെ ഏലിപ്പേമ്മയുടെ മോൻ ജോർജ് കൂത്തക്കളത്തിൽ അച്ഛൻ്റെ ഒരു കുറവ്. പുള്ളി എത്തുന്നതിന് മുമ്പേ നമുക്കൊരു കലാശപ്പൊട്ട് അങ്ങോട്ട് നടത്താം. ഇല്ലെങ്കിൽ പിന്നെ പുള്ളി ഈ പാട്ട് ഡാൻസ് ഒന്ന് മാറ്റി പള്ളിപ്രസംഗം കൊണ്ടുവരുമെന്നേ. ചേട്ടായി ഒരു പാട്ട് അങ്ങോട്ട് ഇട്ടേന്. പിന്നെ നമ്മുടെ പിള്ളേർ തകർത്തു വാരിയിട്ടുണ്ട്. കിട്ടില്ലൊരു പെർഫോമൻസ് ആയിരുന്നു. അയ്യോ അമ്മച്ചിയെ ഉള്ളതേ അച്ഛൻ വന്നു കേട്ടോ. അച്ഛനും എത്തി. ഈശ്വരശേഖർ സ്ഥിരീകരിക്കട്ടെ. ഇപ്പോഴും സ്ഥിതിയായി. നീ മത്തായില്ലടാ ചാക്കോട്ടിനുമായി. അതേതാണോ എൻ്റെ ഒരു വിശ്വാസം. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. നീ 1.5 മത്തായിയാണല്ലോ. അടുന്ന മത്തായി എന്നാ പറയാനാ അച്ഛ? നിനക്കൊന്നും സ്വർഗത്തിൽ പോകണമെന്നില്ലേടാ. നിന്റെ ശ്വാസത്തിന് വേണ്ടി മദ്യത്തിന്റെ മണമാണല്ലോ. അതൊന്നും സാരമില്ലെന്ന്. എന്റെ ശ്വാസം പോയിട്ടല്ലേ ഞാൻ സ്വർഗത്തിലോട്ട് പോത്തുള്ളൂ. അപ്പൊ പിന്നെ മടക്കത്തില്ലെന്നേ. ഇവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ദേവിച്ചൻ മലയാളത്തിലൂടെ ഇപ്പോഴും സ്ഥിതിയായിരിക്കണം മകളെ. നീ അങ്ങ് അയർലൻഡിലെ സാണല്ലേ? അയർലൻഡ് ഇപ്പോഴും നടപ്പ് തന്നെയാണോ മോളെ? കല്യാണാഘോഷങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതിന് കുഴപ്പമില്ല. നല്ലൊരു കല്യാണമല്ലേ, കുറച്ച് ആഘോഷിക്കും. പക്ഷെ വിവാഹ ജീവിതത്തിന് അത്യാവശ്യം നല്ല ഒരുക്കം ആവശ്യമാണ്. അതൊന്നും ഒരു പ്രശ്നമല്ല. ഞങ്ങൾ എല്ലാവരും നാളെ രാവിലെ തന്നെ ബ്യൂട്ടി പാർലറിൽ പോകുന്നുണ്ട്. ഒരു പിടിച്ചു വിടണോണേ. ഇവന്റെ ഒരു കാര്യം മോളെ, നീ മാരേജ് പ്രിപ്പറേഷൻ കോഴ്സൊക്കെ കൂടിയിട്ടുണ്ടോ? യെസ് ഫാദർ. സിറോ മലബാർ ചർച്ചിന്റെ ഡബ്ലിനിൽ വെച്ച് നടന്ന ഒരുക്കം കോഴ്സ് ഞാൻ കൂടിയിട്ടുണ്ട്. നന്നായി മോളെ, ഗോഡ് ബ്ലെസ് യു. വിവാഹ ജീവിതത്തിന് അങ്ങനെയുള്ള ഒരുക്കങ്ങൾ അത്യാവശ്യമാണ്. പിള്ളേര് നിങ്ങൾ തമ്മിൽ ഒരു മത്സരം ഇനി മുതൽ പാടും. അത് നിങ്ങൾ പരസ്പരം കരുതുന്നതിലായിരിക്കണം. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ നിങ്ങൾ കരുതേണ്ടത് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറായിരിക്കണം. ഇന്നത്തെ ലോകത്തിന്റെ പോക്ക് വെച്ച് നോക്കിയാൽ നിങ്ങൾ അതിൽ വിജയിച്ചാൽ
മറ്റെല്ലായിടത്തും വിജയിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ദൈവത്തിൻ്റെ അതിശയകരമായ സ്നേഹം നിങ്ങൾ അനുഭവിക്കും. ജീവിതം വളരെ മനോഹരമാവുകയും ചെയ്യും. May God bless you all.